ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പോക്കറ്റ് ഷവർമയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് പാലിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി 10 മിനിറ്റ് മാറ്റി വെക്കാം. ചിക്കൻ വറുക്കാനായിട്ട് ഞാൻ ഇവിടെ വളരെ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം. നമുക്കിത് ഇളക്കിയിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. അന്നേരം നമുക്ക് മാവ് കുഴച്ചെടുക്കാറുണ്ട്. നമുക്ക് മാവിന് ഞാൻ ഇവിടെ 1.5 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ മൈദാമാവാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഈസ്റ്റ് പാലുമായിട്ട് കുതിരാൻ വെച്ച് അതാണ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് കലക്കുന്നത്. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിന് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. നമുക്കതിലെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓരോന്ന് അതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ വളരെ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ. നമുക്കിത് പൊരിക്കാതെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചിട്ട് നമുക്ക് ഈ പോക്കറ്റ് ഷവർമയ്ക്ക് ഇറച്ചിയായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത് വറുത്തെടുക്കുവാണ്. ചിക്കനെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അപ്പം നമ്മൾ ഞെവടി വെച്ച മാവ് പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മാവ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ രീതിയിലാണ് പരത്തിയെടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്തിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരേന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഷവർമ ഉണ്ടാക്കാനായിട്ടുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 2 ചെറിയ ക്യാരറ്റ്, പാതി സവാള, ഒരു 1/4 ഭാഗം ക്യാബേജ് നീളത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി. എരിവിന് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മയോണൈസ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ വറുത്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മയോണൈസും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പോക്കറ്റ് ഷവർമയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇതിനകത്ത് വേണമെങ്കിൽ ക്യാപ്സിക്കം വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ക്യാപ്സിക്കം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യാം. മാവ് പരത്തി നമ്മൾ പൊരിച്ച് ഇതാണ്ട് ഇത് കണക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫില്ല് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ കൊണ്ടെടുത്ത് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ രീതി ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇത് കണക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രുചികരമായ പോക്കറ്റ് ഷവർമ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.